ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോയാലോ. അതിനുവേണ്ടി ആദ്യമേ തന്നെ ഞാനൊരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. അരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായ അളവിൽ വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് നമുക്ക് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബാക്കി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒരു മീഡിയം സൈസ് സവാള, കുറച്ച് കിസ്മിസ്, കുറച്ച് കാഷ്യൂനട്ട്. ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അലുമിനിയം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിനോട് ഇട്ട് കൊടുത്ത് നമുക്ക് അതും ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം നമ്മുടെ കുതിർക്കാൻ വെച്ച അരി ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഒരരിപ്പ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് മാറ്റി ഡ്രെയിൻ ചെയ്ത് എടുക്കാം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള അതേ കടായിയാണ് വച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 3 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിൽ വച്ചിട്ട്, അതായത് ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ്, അതായത് ഗ്രാമ്പു, പട്ട, ഏലക്ക, ബേ ലീഫ്, ഇത്രയാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ സവാളയും വറുത്തത്, പിന്നെ 1 സ്പൂൺ നാരങ്ങാനീര്, 1 സ്പൂൺ ഓയിൽ. ഈ ഓയിലും നാരങ്ങാനീരും നമ്മൾ ബിരിയാണിയിൽ ചേർക്കുന്നത് ബിരിയാണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെള്ളം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റോളം വേവിക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവാളയും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് അടച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയും